മഹാഭാരതത്തിലെ ആശ്രമവാസിക പർവ്വത്തിലാണ് വ്യാസമുനിയുടെ സഹായത്താൽ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും യുദ്ധത്തിൽ മരിച്ചുപോയ തങ്ങളുടെ പുത്രന്മാരെയും മറ്റ് യോദ്ധാക്കളെയും ഒരു രാത്രിയിൽ കണ്ടുമുട്ടുന്ന സന്ദർഭം വിവരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടു. ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി എന്നിവർ വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിൽ തപസ് ചെയ്യുകയായിരുന്നു. ഒരിക്കൽ ധർമ്മപുത്രനും സഹോദരന്മാരും ദ്രൗപദിയും അവരെ സന്ദർശിക്കാനായി വനത്തിലെത്തി. ആ സമയത്താണ് വ്യാസമഹർഷി അവിടെ വന്നത്. അവരുടെ കഠിനമായ തപസ്സിലും ഭക്തിയിലും സംപ്രീതനായ വ്യാസമുനി അവർക്ക് എന്തെങ്കിലും വരം നൽകാൻ ആഗ്രഹിച്ചു. യുദ്ധത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം അപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും തങ്ങളുടെ മരിച്ച പുത്രന്മാരെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടായി. കുന്തിക്ക് തന്റെ മൂത്ത മകനായ കർണനെ കാണണമെന്നായിരുന്നു ആഗ്രഹം. ദ്രൗപദിയും പാണ്ഡവരും യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച തങ്ങളുടെ ബന്ധുക്കളെയും പുത്രന്മാരെയും കാണാൻ ആഗ്രഹിച്ചു. അവരുടെ ആഗ്രഹം നിറവേറ്റാനായി വ്യാസമുനി എല്ലാവരെയും ഗംഗാനദിയുടെ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നേരം ഇരുട്ടി രാത്രിയായപ്പോൾ വ്യാസർ ഗംഗാനദിയിൽ ഇറങ്ങി തന്റെ മന്ത്രങ്ങളാൽ യുദ്ധത്തിൽ മരിച്ച സകല വീരന്മാരെയും ആവാഹിച്ചു. അല്പസമയത്തിനകം ഗംഗാജലത്തിൽ നിന്ന് വലിയൊരു ശബ്ദത്തോടെ ഓരോരുത്തരായി ഉയർന്നു വന്നു. ഭീഷ്മർ, ദ്രോണർ, കർണൻ, ദുര്യോധനൻ, ദുശാസനൻ, അഭിമന്യു, മറ്റ് കൗരവർ, ഘടോൽകജൻ, ദ്രൗപദിയുടെ 5 പുത്രന്മാർ, ദ്രുപദൻ, ദൃഷ്ടദ്യുമ്നൻ, ശകുനി, ശിഖണ്ഡി തുടങ്ങി കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ച എല്ലാ വീരന്മാരും അവിടെ പ്രകടമായി. ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും അവരെ കാണാനായി വ്യാസമുനി ദിവ്യ ദൃഷ്ടി നൽകി. മരിച്ചവർക്കും ജീവിച്ചിരുന്നവർക്കും ഇടയിലുള്ള ആ രാത്രി മറക്കാനാവാത്ത ഒന്നായിരുന്നു. ശത്രുതയെല്ലാം മറന്ന് എല്ലാവരും സ്നേഹത്തോടെ ആ രാത്രി ചിലവഴിച്ചു. യുദ്ധത്തിൽ നഷ്ടപ്പെട്ടവരെ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അവരുടെ മനസ്സിലെ വർഷങ്ങളായുള്ള ദുഃഖം സമാധാനത്തിന് വഴിമാറി. എന്നാൽ സൂര്യോദയമായതോടെ വ്യാസമുനിയുടെ നിർദ്ദേശപ്രകാരം ആ വീരന്മാരെല്ലാം പതുക്കെ ഗംഗാനദിയിൽ തന്നെ മറഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഉത്തമ ഗതി പ്രാപിച്ചു എന്ന വിശ്വാസത്തോടെ പാണ്ഡവരും മറ്റുള്ളവരും സമാധാനത്തോടെ മടങ്ങി.